വി പി സജീന്ദ്രൻ, ഇ പിക്കെതിരെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കുന്നില്ല എന്ന് മാത്രമല്ല, അച്ചടക്ക നടപടിയുടെ കാര്യത്തിൽ പോലും ഒരു ഉറപ്പ് പറയുന്നില്ല. നടപടിയെടുക്കാൻ സംഘടനാപരമായ എന്തെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടാണ് നടപടിയെടുക്കാൻ കഴിയുക എന്ന ചോദ്യമാണ്. താങ്കളുടെ വിലയിരുത്തൽ എന്താണ് സജീന്ദ്രൻ? വി പി സജീന്ദ്രൻ, പാർട്ടിയുടെ സെക്രട്ടേറിയറ്റും ഇല്ല. ഇപ്പൊ കേട്ടു തുടങ്ങിയുള്ളൂ, പറഞ്ഞോളൂ. കേൾക്കാമല്ലോ. ഇ പി ജയരാജനെതിരെ യാതൊരു നടപടിയും ഇപ്പോൾ ഭരിക്കുന്ന മുഖ്യമന്ത്രിയായ പാർട്ടിയുടെ നേതാവ് പോളിറ്റ് ബ്യൂറോയെ പോലും നിയന്ത്രിക്കുന്ന പിണറായി വിജയനുമില്ല. ഇപ്പോൾ കേരളത്തിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനുമില്ല. ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ മൂല്യബോധത്തിൻ്റെയും രാഷ്ട്രീയ ധാർമ്മികതയുടെയും തീവ്രത ഇളക്കാൻ വേണ്ടി നടക്കുകയാണ്. ബഹുമാനായ NK പ്രേമേന്ദ്രൻ MP പാർലമെൻറ്റിലെ സെൻട്രൽ ഹാളിൽ ഇരുന്നപ്പോൾ പ്രധാനമന്ത്രി ഒന്ന് ചായ കുടിക്കാൻ വിളിച്ചതിൻ്റെ പേരിൽ BJPയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തി. അതെല്ലാം എല്ലാവരും കാങ്കെ പൊതുസ്ഥലത്ത് വെച്ച് കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഈ പ്രേമേന്ദ്രൻ MPക്കെതിരെ ഇവർ നടത്തിയ പ്രചരണം എന്താണെന്ന് ഞാൻ അങ്ങയോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ ഈ ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് രഹസ്യമായിട്ടാണ്. അവസാനം നന്ദകുമാർ പറഞ്ഞപ്പോൾ മാത്രമാണ് ഇത് പുറത്തു വന്നത്. ഒരു വർഷം മുമ്പ് നടന്ന ഒന്നാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, അങ്ങേക്കും ഈ CPMനെ കുറിച്ച് കൃത്യമായി അറിയാം. കണ്ണൂർ പോലുള്ള ജില്ലയിൽ CPMൻ്റെ നേതാക്കന്മാർ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഈ പാർട്ടി എങ്ങനെയായിരുന്നു അങ്ങേക്കും അറിയാമല്ലോ. MV രാഘവൻ്റെ ആത്മകഥയായ ഒരു ജന്മം എന്ന പുസ്തകത്തിൽ 298 പേജിൽ അങ്ങ് വായിച്ചിട്ടുണ്ടാവുമല്ലോ. സ്വന്തം പിതാവ് എഴുതിയ ആത്മകഥയല്ലേ. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ ഇന്ന് ഓർക്കുകയാണ്. കാരണം എന്താണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്? പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട MVRന് യാദൃശ്യവശാൽ ദേശാഭിമാനിയുടെ ഒരു ലേഖകൻ ബാലൻ മാഷുമായി ഇടയ്ക്ക് ഒരു ആശുപത്രിയിലെ ഒരു വികസന കാര്യം ചർച്ച ചെയ്തതിന് ശേഷം പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഹോട്ടലുകളിലെല്ലാം സമയം കഴിഞ്ഞു. അപ്പോൾ ബാലൻ മാഷ് പറഞ്ഞു, അങ്ങ് വന്ന് വീട്ടിൽ വന്ന് ഊണ് കഴിച്ചിട്ട് പോകണമെന്ന്. അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരം MVR ബാലൻ മാഷ് വീട്ടിൽ വന്ന് ഊണ് കഴിച്ചതിൻ്റെ പേരിൽ ഈ ബാലൻ മാസ്റ്റർക്ക് പാർട്ടി താക്കീത് കൊടുത്തു. അദ്ദേഹം MVR ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാകാതിരുന്നിട്ടില്ല. അദ്ദേഹം ഐക്യജനാധിപത്യ മുന്നണിയിൽ വന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതായ നിലപാടുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ MVRനെ വീട്ടിൽ വിളിച്ച് വിശന്നപ്പോൾ ഭക്ഷണം കൊടുത്തതിൻ്റെ പേരിൽ പോലും വിലക്കുകയും അദ്ദേഹത്തിനെ നിയന്ത്രിക്കാൻ വേണ്ടി കർശന നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. കണ്ണൂർ ജില്ലാ കമ്മിറ്റി അതോടുകൂടി പാർട്ടിയിലെ എല്ലാ കീഴ്ഘടകങ്ങൾക്കും MVRന് വെള്ളവും ഭക്ഷണവും ഒരു വീട്ടിൽ നിന്ന് കൊടുക്കില്ലെന്ന് പോലും സർക്കുലർ അയക്കുകയും പ്രവർത്തകരെ ബോധവാന്മാക്കുകയും ചെയ്ത ഒരു പാർട്ടി ഇന്ന് എവിടെ നിൽക്കുന്നുവെന്ന് അങ്ങുകൂടി ആലോചിച്ച് നോക്കണം. പ്രകാശ് ജാവദേക്കറും ഈ പറയുന്ന നന്ദകുമാറും വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചപ്പോ പാർട്ടി അദ്ദേഹത്തെ വിലക്കി എന്നുള്ളത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ജന്മം എന്ന ആത്മകഥയിൽ MV രാഘവൻ എഴുതിയിട്ടുള്ളതാണ്. പക്ഷെ ഇതല്ല. ഇത് പ്രകാശ് ജാവദേക്കർ എന്ന് പറയുന്ന BJPയുടെ ഒരു ദേശീയ നേതാവ്, കേരളത്തിലെ പ്രഭാരി EP ജയരാജന്റെ വീട്ടിലേക്ക് ഗേറ്റ് ക്രാഷ് ചെയ്യുകയാണ്. അതിന് EP ജയരാജൻ എന്ത് പിഴച്ചു? അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. അങ്ങനെ ഒരു പാർട്ടിയായിരുന്നു ഈ പാർട്ടി. EP ജയരാജന്റെ വീട് സ്വന്തം വീടല്ല, മകന്റെ വീടാണ്. അതും തിരുവനന്തപുരം സിറ്റിയിൽ നിന്നും വളരെ മാറിയിരിക്കുന്ന ആക്കുളത്തെ വീട്. AK സെൻട്രലിൽ നിന്നും ഏകദേശം ഒരു 20 കിലോമീറ്റർ ദൂരത്താണ് ഈ വീടിരിക്കുന്നത്. പ്രകാശ് ജാവദേക്കർ ആ വീട്ടിൽ കൃത്യമായി വരണമെങ്കിൽ, കൃത്യമായി ഈ EP ജയരാജൻ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇവർ തമ്മിൽ ഫോണിൽ കൂടെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ അപ്പോയിന്റ്മെന്റ് വാങ്ങാതെ പ്രകാശ് ജാവദേക്കറും പറയുന്നില്ല, നന്ദകുമാറും പറയുന്നില്ല. അപ്പോൾ EP ജയരാജന് MV രാഘവനെ വിളിച്ചോണ്ട് പോയ ബാലൻ മാസ്റ്റർക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഈ EP ജയരാജനുള്ളത്? ഞാൻ പറഞ്ഞത് ഇവർ തമ്മിലുള്ള ധാരണ. ഇപ്പോൾ EP ജയരാജനെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുത്താൽ അദ്ദേഹം ഉള്ളതെല്ലാം വിളിച്ചു പറയും, ബോംബ് പൊട്ടിക്കുന്നത് എന്താ? ഇപ്പം ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു BJP ചേരാൻ പോയതാണ് ഡൽഹിക്കെന്ന്. നന്ദകുമാർ പറയുന്നു ഈ പിണറായി വിജയന്റെ മുഴുവൻ കേസുകൾ SLC ലാബിലും കേസുള്ളതെല്ലാം സെറ്റിൽ ചെയ്യാൻ പോകുന്നതാണെന്ന് പറയുന്നു. ഞാൻ ചോദിച്ചോട്ടെ, കുറേ നാളുകളായി EP ജയരാജനെ എന്തുകൊണ്ട് പാർട്ടി നിയന്ത്രിക്കുന്നില്ല?
EP ജയരാജൻ കുറെ നാളുകളായി പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് അവിടെയാണ് പ്രധാനപ്പെട്ട വിഷയം ഇരിക്കുന്നത്. ശ്രീ VP സജീന്ദ്രൻ, നമുക്ക് അറിയേണ്ടതും അതാണ്. അതായത് ശോഭാ സുരേന്ദ്രൻ ഒന്ന് പറയുന്നു, നന്ദകുമാർ വേറൊന്ന് പറയുന്നു. ഇത് രണ്ടും തമ്മിൽ യോജിച്ചു പോകുന്നില്ല. ഇവർ തമ്മിലാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന എല്ലാ ഡീലുകളും നടത്താൻ ശ്രമം നടത്തിയിട്ടുള്ളത്. ഞാൻ വരാം ശ്രീ VP സജീന്ദ്രൻ, താങ്കളെ അടുത്ത ഘട്ടത്തിൽ അത്തരം കാര്യങ്ങളിൽ ഞാൻ മറുപടി പറയാൻ അനുവദിക്കാം.